എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഗൈസ്. അങ്ങനെ മൂവി റിവ്യൂ ആണ് ഗൈസ്. ഭയം ഭക്തി ബഹുമാനം ഗൈസ്. പാട്ട് ഒരു ഒന്നൊന്നര പടം ഗൈസ്. പിന്നെ വേറെ ഇത് ഗൈസ് അത് പറയാം, അഴിഞ്ഞാട്ടെന്നാണ് ആളുണ്ടല്ല ഗൈസ്. എക്സ്ട്രീം പീക്ക് ലെവൽ അഴിഞ്ഞാട്ടായിരുന്നു ഗൈസ് കണ്ടത് ഗൈസ്. പടത്തിൻ്റെ ഒരു ലോജിക്ക് ഉണ്ടോ ചോദിച്ചാൽ ലോജിക്കില്ല. ഫുൾ മാഡ്നെസ് ഗൈസ്. അതിന് എഴുതി കാണിക്കുന്നത് അങ്ങനെയാണ് ഗൈസ്. വെൽക്കം ടു ദ വേൾഡ് ഓഫ് മാഡ്നെസ് ഗൈസ്. അടിപൊളി പടമായിരുന്നു ഗൈസ്. ഫസ്റ്റ് ഹാഫ് ദിലീപേട്ടൻ്റെ അഴിഞ്ഞാട്ടാണെങ്കിൽ സെക്കൻഡ് ഹാഫ് ദിലീപേട്ടൻ ലാലേട്ടൻ്റെ അഴിഞ്ഞാട്ടം ഗൈസ്. ഇതിനകത്ത് ക്യാമറ ഉള്ള ഒരാൾ വരുന്നുണ്ട്, ഞാൻ ആരാന്ന് പറയുന്നില്ല, നിങ്ങളുടെ സിനിമ ആണ് ഗൈസ്. അടിപൊളി പടമാണ്. പിന്നെ ഈ പടത്തിനെ കുറിച്ച് പ്രത്യേകിച്ച് എന്താ പറയുക ചോദിച്ചാൽ ഗൈസ്, ധനജയ് ശങ്കറിനെ എടുത്ത് പറയേണ്ടത് ഗൈസ്. ധനജയ് ശങ്കർ ഡയറക്ടർ, ഈ സിനിമ ഡയറക്ടർ അല്ലേ ധനജയ് ശങ്കർ ഏറ്റവും വലിയൊരു ലാലേട്ടൻ ഫാനാന്നുള്ള കാര്യം നമുക്ക് ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. എന്താ വെച്ചാൽ ഗൈസ്, ലാലേട്ടൻ്റെ ഓരോരോ ഫ്രെയിം എടുത്ത് വെച്ചിരിക്കുന്നത് ഗൈസ്. അത് കാണുമ്പോൾ രോമാഞ്ചം വരും ഗൈസ്, സീരിയസ്ലി ഗൈസ്. ഞാനിതിപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് അത്ര ഇത് തോന്നുന്ന അറിയില്ല ഗൈസ്. നിങ്ങൾ പടം കാണണം. നിങ്ങൾ കണ്ടു ഗൈസ്. ഒന്നൊന്നര സിനിമയാണ്. ഇമോഷനുണ്ട് ഗൈസ്. അങ്ങനെ ഒക്കെ നല്ലൊരു എന്താ പറയുക, ഒരു എൻ്റർടൈനറും പറയാം, ഒരു കോമഡി ഗൈസ്. കുറേ കോമഡി ഉണ്ട് ഗൈസ്. പഴയ ഗൈസ് ദിലീപിൻ്റെയൊക്കെ പഴയ സിനിമയിലെ ഓരോ റെഫറൻസ് ഈ സിനിമയെ കൊണ്ടുവന്നിട്ടുണ്ട്. മറ്റേ വെട്ടത്തിലെയും പിന്നെ CID മൂസ, പിന്നെ മീശ മാധവൻ ഗൈസ്. അതിനകത്ത് കുറേ റെഫറൻസ് ഈ ബബ്ബനകത്തുണ്ട്. കുറേ കോമഡി അതിലുണ്ട് ഗൈസ്. പിന്നെ മണിച്ചേട്ടൻ്റെ പാട്ടിലാണ് ഒരു ഫൈറ്റ് വരുന്നത് ഗൈസ്, മറ്റേ സോന അതൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിരുന്നു ഗൈസ് പടം. പിന്നെ സ്റ്റോറി നോക്കേണ്ട ആവശ്യമില്ല. സ്റ്റോറീനെ കുറിച്ചൊന്നും വലിയ ഇതൊന്നും ഉണ്ടാവില്ല. വെച്ചാൽ നോ ലോജിക് മാഡ്നസ് ഗൈസിൻ്റെ സ്റ്റോറി നോക്കിയിട്ട് ആരും അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്ത മാതിരി ഉണ്ടാവില്ല ഗൈസ്. ഈ പടം ഞാൻ വിചാരിച്ചതിനേക്കാൾ ഹൈപ്പ് കയറി, സീരിയസ്ലി. ഞാൻ ഇത്രക്കൊന്നും പ്രതീക്ഷിച്ചില്ല. മാഡ്നസ് എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഈ ദിലീപേട്ടനും ലാലേട്ടനും വരുമ്പോഴുള്ള അങ്ങനത്തെ ഒരു ടൈപ്പ് മാഡ്നസ്. പക്ഷേ ഈ സിനിമ തുടങ്ങിയ തൊട്ട് കഴിയുന്നത് വരെ ഫുൾ മാഡ്നസ്. ഒരു സ്റ്റോറി ആയിട്ടൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അടിപൊളി പടമാണ് ഗൈസ്. പിന്നെ ഇതിനകത്ത് കോമഡി ക്യാരക്ടേഴ്സ് സലീം കുമാർ ഗൈസ്. എൻ്റെ ഒമ്പോ മീശ മാധവനിലെ റെഫറൻസിലുണ്ട്. സലീം കുമാർ നല്ല കോമഡി ആയിരുന്നു ഇതിനകത്ത്. പിന്നെ ഗൈസ് വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, ഇവരുടെ ഏതോ ഗൈസ് എല്ലാ ഗൈസ്. ദിലീപേട്ടൻ മാത്രമല്ല അഴിഞ്ഞാട്ടിന്, ഇവരെല്ലാവരും അഴിഞ്ഞാട്ടിന്. സെക്കൻഡ് ഹാഫിലെ ഗൈസ് നമ്മളെ സോങ് വരുന്നത് അഴിഞ്ഞാട്ടം എന്നുള്ള സോങ് സെക്കൻഡ് ഹാഫിൽ വരുന്നത്. അന്നേരം തിയേറ്ററിലും ഞാനെല്ലാം എണീച്ചെന്ന് അളരിനി ഗൈസ്. അത്ര എല്ലാവരും അറമാദിക്കുമായിരുന്നു തിയേറ്ററിൽ. മൊത്തം ഒരാൾ പോലും സൈലൻ്റ് ആയിട്ടിരുന്നില്ല. സിനിമ തുടങ്ങിയത് തൊട്ട് കഴിയുന്നത് വരെ എല്ലാവരും അറമാദിക്കുമായിരുന്നു, സിനിമ കഴിയുന്നത് വരെ ഗൈസ്. ശരിക്കും പറഞ്ഞാൽ ഈ ബബ കാണാൻ പോകുന്നതൊക്കെ വ്ളോഗ് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഞാനത് ചെയ്തില്ല. വ്ളോഗ് ചെയ്യണമായിരുന്നു പക്ഷേ അത് തിയേറ്ററിൽ വീഡിയോ എടുക്കാൻ കഴിയില്ല ഗൈസ്. അന്നേരം ആ സീനാണല്ലോ, അങ്ങനെ ഇറങ്ങിയ സിനിമ നമ്മളെ പടം യൂട്യൂബിൽ ഇട്ടുകൂടാ. ശരിക്കും ചെറിയ സീനെല്ലാം ചിലവരിടുന്നുണ്ട്, പക്ഷെ അങ്ങനെയല്ല. വ്ളോഗ് ചെയ്യുമ്പോൾ കുറച്ച് ഇതുണ്ട് ഗൈസ്. കുറേ ക്ലിപ്പ് ഞാൻ എടുത്തിന് തിയേറ്ററിൽ നിന്ന്. മറ്റേ ലാലേട്ടൻ എൻട്രി എടുത്തിന്, ദിലീപേട്ടൻ്റെ എൻട്രി എടുത്തിന്, പിന്നെ ടൈറ്റിൽ എഴുതി കാണിക്കുന്ന എടുത്ത് കുറച്ച് മാസ സീൻസെല്ലാം ഞാൻ എടുത്തിന്. പക്ഷേ എനിക്കത് വീട്ടിൽ ഉൾപ്പെടുത്ത കയ്യിൽ എന്തായാലും. അന്നൊരിക്കലും എൻ്റെ ബേന ചാനലിലായിട്ട് അങ്ങനെ ഇതൊന്ന് ഇട്ടിന്. കിങ് ഓഫ് കത്തൻ്റെ കുറച്ച് ക്ലിപ്സ് ഇട്ടിട്ട് എനിക്ക് സീനായിന്. ആ വീഡിയോ മൊത്തത്തിൽ യൂട്യൂബ് കളഞ്ഞിന്. അങ്ങനത്തെ ഒരു സീനുണ്ട്, അതുകൊണ്ട് നമുക്ക് അത് ഇടാൻ കഴിയില്ല ഗൈസ്. എന്തായാലും അടിപൊളി പടമാണ് ഗൈസ്. കാണാത്തവർ കാണുക. OTTയിൽ വരാൻ നിൽക്കരുത്. OTTയിൽ വരുമ്പോൾ എന്തായാലും മാർച്ച് വിഷു ആ ടൈമേ OTTയിൽ വരൂ ഗൈസ്. എന്നാലും തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണുക. വേൾഡ് ഓഫ് മാഡ്നസ് ഗൈസ്. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഗൈസ്. ബബ്ബൻ്റെ റിവ്യൂ അഭിപ്രായം പറഞ്ഞു ഗൈസ്. ജനൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു ഗൈസ്. ഞാൻ ഉണ്ടല്ലോ ഈ സിനിമ കാണാൻ പോകുമ്പോൾ ട്രെയിലർ കണ്ടിട്ട് വേറെ ഒരു റിവ്യൂ കാണാതെ ഈ സിനിമ കാണാൻ പോയി ഗൈസ്. ട്രെയിലറും ടീസറിലും കണ്ടിട്ട് അതെല്ലാവരും കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഞാൻ വേറെ അവരുടെ ഇപ്പം റിവ്യൂ ഇടുന്ന ചാനൽ, ഇപ്പം സീക്രട്ട് ഏജൻറ്റ്, എൻ്റർടൈൻമെൻറ്റ് കിഴി, അങ്ങനെ കുറേ റിവ്യൂ ഇടുന്ന ചാനലില്ല ഗൈസ്. ഞാൻ സാധാരണ സിനിമ കാണുമ്പോൾ റിവ്യൂ ആണുള്ളത്. ഒരു റിവ്യൂ കണ്ടില്ല ഗൈസ്. എന്നിട്ട് തന്നെ എനിക്ക് ത്രില്ലടിച്ച് ഈ പടം ഗൈസ്. നിങ്ങളും പോയി കാണുക. ബൈ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാം. ബൈ.